മുഹറം മാസത്തിലല്ലേ ഞാനും നിങ്ങളും ഉള്ളത്. ഇതാ വരാൻ പോകുന്ന വ്യാഴം അതുപോലെ വെള്ളിയും മുഹറം 9ഉം 10ഉമാണ്. അതേ താസുആഉം ആശൂറാഉമാണ്. അതേ ആശൂറ എന്ന് പറഞ്ഞാൽ മുഹറമിലെ 10ാമത്തെ ദിവസം എന്നാണ്. അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം താസുആ, അതേ മുഹറം 9ാം ദിനം എന്നാണ്. ആ മുഹറമിലെ നോമ്പ് അതേ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് നോമ്പ് നോൽക്കാൻ ഏറ്റവും മഹത്വമുള്ള സമയം അതേ മുഹറം ആണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ അല്ലാതെ കൂടുതൽ നോമ്പ് നോറ്റത് ശഅബാനിലാണെന്നുമുണ്ട്. അപ്പൊ പിന്നെ ഏറ്റവും ഉത്തമമാകേണ്ടുന്നത് ശഅബാനല്ലേ എന്നാ ചോദ്യം. അല്ല, ഏറ്റവും ഉത്തമം റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഏറ്റവും ഉത്തമം മുഹറം തന്നെയാണ്. എന്നാൽ മുഹറമിനെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലും നോമ്പ് നോറ്റത് അത് ശഅബാനിലാകാനുണ്ടായ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതിന് പല കാരണങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ആ മുഹറമിൽ കൂടുതൽ നോമ്പ് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ നോൽക്കാതിരിക്കാൻ എന്തെങ്കിലും സബബുണ്ടാകും, ഉദ്റുണ്ടാകും, കാരണം ഉണ്ടാകും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും മഹത്വം റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ്. ആ മുഹറമിൽ അതേ ആശൂറാ ദിവസത്തിലെ നോമ്പ്, ആ നോമ്പ് നോറ്റാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അതേ അന്നല്ലാഹ തആല യുകഫിറു സനതൽ മാദിയ. ആ മുഹറമിലെ 10ാമത്തെ ദിവസം അശൂറാ ദിവസം നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയാണ്. അല്ലാഹ് അതങ്ങ് പുറത്തു തരുന്നു. കണ്ടില്ലേ നിങ്ങള്? അത് ഒരു നോമ്പ് നോറ്റാൽ ഒരു വർഷത്തിന്റെ പാപം അല്ലാഹ് പുറത്തു തരാണ്. അതാണ് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റുകൾ വന്നു പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ തെറ്റുകളെല്ലാം നമ്മുടെ നല്ലതുകൊണ്ട് അല്ലാഹു തആല മായ്ച്ചു കളയണം. അതിന് കാരണങ്ങൾ പലതുമുണ്ട്. അതിൽ ഒരു കാരണമാണ് അതേ മുഹറമിലെ 10ന്റെ അന്നത്തെ നോമ്പ്. ആ നോമ്പ് നോക്കുന്നതോടൊപ്പം മുഹറമിലെ 9ാം ദിനത്തിലെ നോമ്പ്, താസുആയിലെ നോമ്പ്, ആ നോമ്പ് അനുഷ്ഠിക്കണം എന്നും മഹാന്മാർ പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിൽ അസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ മുഹറം 9നും ഞാൻ നോമ്പ് അനുഷ്ഠിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫമാ തഖബലഹു, അങ്ങനെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത് തന്നെ. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നാണ്. പക്ഷെ എന്നാലും അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ മുഹറം 9നും സുന്നത്തുണ്ട്. അവിടെ തന്നെ മഹാനവരുകൾ പറഞ്ഞു, വൽ ഹിക്മത്തു മുഖാലഫത്തുൽ യഹൂദ്, എന്തിനാണ് 10ന്റെ കൂടെ 9നും നോമ്പ് നോൽക്കാൻ